പ്രദീപ്, മണ്ഡലമകര കാലത്തെ ഒരു തിരക്കില്ല എങ്കിലും മാസപൂജകളുടെയൊക്കെ ഒരു തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വൈകുന്നേരങ്ങളിലൊക്കെ മഴയായിരുന്നിട്ട് കൂടി രാവിലെ തന്നെ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തുകയും ദർശനം നേടി ഒട്ടനവധി ഭക്തരുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിൽ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയായതുകൊണ്ട് തന്നെ ഈ മലകയറ്റമൊക്കെ അത്യാവശ്യം ദുർഘടമായ അവസ്ഥയുണ്ട്. പക്ഷേ എന്നിട്ടും നിരവധി ഭക്തർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ, മലയാളികളായ ഭക്തർ എല്ലാവരും തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയും പുലർച്ചെയും അതിൻ്റെ തിരക്ക് ക്ഷേത്ര നടയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാവിലെ ഈ നിറപുത്തരി ചടങ്ങുകൾ കഴിഞ്ഞതോടുകൂടി തിരക്കിലൊരു കുറവ് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയിൽ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ ഇന്ന് ഈ ദർശന സമയം അവസാനിക്കുകയാണ്. എന്തായാലും കഴിയുന്നത്രയും പെട്ടെന്ന് ശബരിമല സന്നിധാനത്തെത്തി ദർശനം സുഗമമായി പ്രാപ്യമാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഭക്തരുള്ളത് എന്ന് പറയേണ്ടി വരും. നമുക്കിപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ രാവിലെ നിറപുത്തരി ചടങ്ങുകൾ കഴിഞ്ഞെങ്കിലും കൂടുതൽ നെൽക്കതിരുകളുമായിട്ടൊക്കെ ഭക്തർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ ചടങ്ങുകൾക്ക് മുന്നേ എത്തിച്ചേരാൻ കഴിയാത്തവരാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കമുള്ളവർ വരുന്നുണ്ട്. സ്വാമി എവിടെയാണ്? திருச்சியில் தமிழ்நாட்டில் வந்து நெற்கதிர் அபிஷேகத்துக்கு யாத்திரை இயர்லி வரும். തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ നിന്നുള്ള ഒരു ഭക്തനാണ്. അദ്ദേഹവും നെൽക്കതിരുമായിട്ടൊക്കെ എത്തിയതാണ്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു ആചാരത്തിൻ്റെ ഒരു വ്യാപ്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഓരോ വർഷവും അതിന് പ്രാധാന്യമൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി ഈ നമ്മൾ കാണണം. പ്രത്യേകിച്ച് നാട്ടാചാരങ്ങളെയും പാരമ്പര്യങ്ങൾക്കുമൊക്കെ അത്രയ്ക്ക് പ്രാധാന്യം കിട്ടാത്തൊരു കാലത്തിൽ ഇത്തരമൊരു നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക തനിമയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഇത്തരം ഒരു ആചാരത്തിന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ ഭക്തർ രീതിയിൽ എത്തുന്നു എന്നുള്ളതും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. പ്രദീപ്, എന്തായാലും നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ ഒരു വശത്ത് ഭക്തർക്ക് ഇവിടെ പൂജിച്ച നെൽക്കതിരുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും കുറച്ചധികം ഭക്തർ വീണ്ടും നെൽക്കതിരുകളുമായി ഇങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ വളരെ സജീവമായി തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നിറപുത്തരി ചടങ്ങുകളുടെ എല്ലാ പ്രൗഢിയോടും അതിൻ്റെ പൊലിമയോടും കൂടി തന്നെ ശബരിമലയിൽ ഇന്ന് ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അത്യാവശ്യം ഭക്തജന തിരക്കും സന്നിധാനത്ത് നേരിടുന്നുണ്ട്. ഇപ്പോൾ ഒരു സുഗമമായ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു മഴ അന്തരീക്ഷമൊന്നും ഇന്ന് രാവിലെ സന്നിധിയിലില്ല. തെളിഞ്ഞ ആകാശമൊക്കെ ഉണ്ട്. അപ്പോൾ സുഗമമായ ദർശനം നടത്തി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഭക്തരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ശരി പ്രജിത്ത്, ദയവായി തുടരുക. നമുക്കൊന്ന് ശ്രീപത്മനാഭ സ്വാമി സന്നിധിയിലേക്ക് പോയി വരാം. ടിൻറ്റുദാസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. ടിൻറ്റുദാസ്, നമസ്തേ. എങ്ങനെയാണ് അവിടെയുള്ള കാഴ്ചകൾ? എത്ര മണി മുതലാണ് അവിടെ ഭക്തജനങ്ങളുടെ ഒരു വരവ് തുടങ്ങിയത്? നിറപുത്തരി പൂജ ഇവിടെ കഴിഞ്ഞോ? നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? ടിൻറ്റു. പ്രദീപിള്ള 5:45